നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഭരണഘടനാ സംരക്ഷണം ഇത്തവണ ഒരു മുഖ്യ ലക്ഷ്യമാണെന്ന് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ ന്യായ പത്രിക അന്യായ പത്രികയായി തോന്നാൻ ഇടയാക്കുന്ന കാര്യം ഒന്നു മാത്രമാണ്. രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ആ പത്രിക ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് CAA റദ്ദാക്കുമെന്ന് പറയാത്തത്? കുറഞ്ഞത് കേരളത്തിലെങ്കിലും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ള CAA വിഷയത്തിൽ തുറന്നൊരു പ്രഖ്യാപനം നടത്തുന്നതിൽ നിന്ന് കോൺഗ്രസിനെ പിന്തിരിപ്പിക്കുന്നത് എന്താണ്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം അതിഥികളായി ഉള്ളത് കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, CPM-ൽ നിന്ന് A സമ്പത്ത്, BJP-യിൽ നിന്ന് പ്രിന്റു മഹാദേവ് എന്നിവരാണ്. രാജു പി നായരും A സമ്പത്തും അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. ശ്രീ പ്രിന്റു മഹാദേവ്, CAA വിഷയം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് BJP-യെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ അതിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഈ ചർച്ച നടക്കുന്നത് ഒരു പശ്ചാത്തലത്തിലാണ്. CAA സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ല. CAA എന്ന വാക്ക് അതിലില്ല എന്നത് മാത്രമല്ല, ഈ രാജ്യം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്, പലപ്പോഴും കോൺഗ്രസ് നേതാക്കളോട് എന്താണ് നിലപാടെന്ന് ആവർത്തിച്ച് ചോദിക്കപ്പെട്ടിട്ടുള്ള ഈ ചോദ്യത്തിൽ തീർച്ചയായും CAA-ക്കെതിരാണ് കോൺഗ്രസ് എന്ന് അവർ ആവർത്തിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റദ്ദാക്കും, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് റദ്ദാക്കും എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. CAA-യുടെ ചട്ടങ്ങൾ നിലവിൽ വന്ന ദിവസം തന്നെ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയോ അത് നടപ്പാക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്കില്ല എന്നത് ചർച്ചാ വിഷയമാകുന്നത്. പ്രിന്റു മഹാദേവിന് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിന്റു, ഈ വാക്ക് അല്ലെങ്കിൽ CAA എന്ന വിഷയം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതിനകത്ത് സാർ ഞങ്ങൾക്ക് ഒരു സന്തോഷം എന്നതിനപ്പുറത്തേക്ക് CAA ഈ രാജ്യത്ത് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിനകത്ത് ചില തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നത്. ഈ വശത്തിൽ ഈ CAA-യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളും നിലപാടുകളും ശരിയാണെന്ന് കൃത്യമായിട്ട് അവർ വിലയിരുത്തുകയും അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ അവർ ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ CAA-യെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്താത്തത്. സത്യത്തിൽ ആദ്യമായിട്ട് ഈ CAA-യുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പരാമർശം സത്യത്തിൽ നടത്തുന്നത് ആദരണീയനായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സമ്മേളനത്തിലാണ്, 1947-ലാണ്. പിന്നീട് നെഹ്റു ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ നിലപാടുകൾ എല്ലാ സമയത്തും CAA-യുമായി അനുകൂല നിലപാടുകൾ തന്നെയായിരുന്നു. പക്ഷേ പിന്നെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരും നെഹ്റുവും 10 വർഷമായി രാജീവ് ഗാന്ധിയൊക്കെ അനുകൂലിച്ചുവെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് താങ്കൾ പറയുന്നത്? അല്ല സാർ, ഞാനതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയാം. ഈ CAA എന്ന് പറയുന്നത് ഒരു നിയമത്തിനപ്പുറത്തേക്ക് ഈ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ അവിടെ മതപീഡനങ്ങൾ അനുഭവിക്കുന്ന മൈനോറിറ്റിയിൽപ്പെട്ട ആളുകളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു നിയമത്തിന്, ഞാൻ CAA എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ മാത്രം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അവരുടെ ഒരു അടിസ്ഥാന പ്രമാണമായിരുന്നു. ആ പ്രമാണത്തിന്റെ അടിസ്ഥാനം ശ്രീ പ്രിന്റു മഹാദേവ്, മഹാത്മാഗാന്ധിയും നെഹ്റുവും കൈക്കൊണ്ട നിലപാടുകളെ കുറിച്ചല്ല പറയേണ്ടത്. ഇപ്പോൾ നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് എങ്ങനെ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒന്നും പാരമ്പര്യവുമായി കൂട്ടിക്കെട്ടാൻ കഴിയുന്നതല്ല. അപ്പൊ അത് മാറ്റിവെക്കാം. നമുക്ക് ഇപ്പോൾ നടപ്പാക്കുന്ന CAA നിയമത്തെ കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന വാദങ്ങൾ താങ്കൾക്ക് പറയാം. അല്ല, തീർച്ചയായും ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളും നയങ്ങളും ഒക്കെ അത് മഹാത്മാഗാന്ധി മുതൽ നെഹ്റു മുതൽ ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റിനനുസരിച്ച് അത് ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പൊതുവെ ഒരു നയം ഉണ്ടാവില്ല, ഒരു പോളിസി ഉണ്ടാവില്ല സാർ.
ആ പോളിസി ഇവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് ഈ അടുത്ത കാലത്ത് 10 വർഷമായിട്ട് ആ പോളിസിയിലൊക്കെ കൃത്യമായിട്ട് അവർക്ക് നിലപാട് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ചിലപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ടായിരിക്കാം. അത് രാമക്ഷേത്രമായിക്കോട്ടെ, CAA ആയിക്കോട്ടെ, കാശ്മീർ വിഷയമായിക്കോട്ടെ, ആ നയപരമായ നിലപാടുകളിൽ നിന്ന് എല്ലാ സമയത്തും വ്യതിചലിക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രാമക്ഷേത്രം വിഷയം വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയിൽ അഭിപ്രായം പറയാൻ എത്ര ദിവസം എടുത്തു. ഇപ്പോൾ CAA വിഷയത്തിലും നിങ്ങൾ നിരന്തരമായിട്ട് എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് പറയുന്ന സമയത്ത് അഭിപ്രായമില്ല. പക്ഷേ ഇന്ന് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. CAAക്ക് കൃത്യമായിട്ട് നരേന്ദ്രമോദി എടുത്ത തീരുമാനമാണ് ശരി. ആ തീരുമാനത്തിനൊപ്പം കൃത്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ആ കാര്യം ഞങ്ങൾ കോൺഗ്രസ് നേതാവ് രാജു പി നായർ, ഒപ്പം തന്നെ CPM-ന്റെ A സമ്പത്ത് എന്നിവരും കൂടി ചേരുകയാണ്. ശ്രീ രാജു പി നായർ, കൃത്യമായ ചോദ്യം താങ്കളോടാണ് ചോദിക്കാനുള്ളത്. കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് CAA റദ്ദാക്കുമെന്ന വാഗ്ദാനം പ്രകടന പത്രികയിൽ നൽകാത്തത്? പ്രമോദ്, ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് സാമ്പത്തിക നീതിയും രണ്ട് സാമൂഹിക നീതിയാണ്. 2022 രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും ഈ കഴിഞ്ഞ 2.5 മാസക്കാലം ഭാരത് ജോഡോ ന്യായ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് മുംബൈയിലെത്തിയതിലും മുഴുവൻ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് ഉന്നയിക്കപ്പെട്ടത് അത് സാമ്പത്തിക നീതിയെ സംബന്ധിച്ചും സാമൂഹിക നീതിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. അതിന് ചരിത്രപരമായ പശ്ചാത്തലം കൂടിയിട്ട് ആ സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം നമുക്ക് ഓർമ്മയുണ്ട്, സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ആദ്യം പോയിട്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് പുറത്തേക്ക് പോകണം എന്നല്ല പറഞ്ഞത്. മറിച്ച് ചമ്പാരനിലും ഖേഡയിലും ഉൾപ്പെടെ ഈ സാമ്പത്തിക നീതിക്കും അതുപോലെ തന്നെ കേരളവും മറ്റ് തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെ മുഴുവൻ രാജ്യത്ത് സാമൂഹിക നീതിക്ക് വേണ്ടി നമുക്ക് പരിചിതരായ അയ്യങ്കാളിയുടെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അതുതന്നെ നാരായണ ഗുരുവിൻ്റെയും എല്ലാം സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ആ ദേശീയ പ്രസ്ഥാനമാണ് ഇന്ന് ഒരു 2ാം സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയാണ്. ആ സാമ്പത്തിക നീതിക്ക് വേണ്ടിയിട്ടാണ് 5 ന്യായ് പദ്ധതികളിലൂടെ 25 പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം സാധാരണ മനുഷ്യർക്ക് നീതി ലഭ്യമാക്കുന്നതാണ്. ഒരു സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന കുത്തകവൽക്കരിക്കപ്പെട്ട ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സാമ്പത്തിക നീതി നൽകുക എന്നുള്ളത് പരമപ്രധാനമായ ഒന്നാണ്. പ്രമോദ് ചോദിച്ച ചോദ്യത്തിൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നത് ഈ സാമ്പത്തിക നീതിയും സാമൂഹിക നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം വിജയിച്ചാൽ ഈ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയ പാർട്ടിയെ കേന്ദ്രത്തിൽ നിന്ന് തൂത്തെറിയാൻ സാധിക്കും. കേന്ദ്രത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുന്ന വർഗീയ രാഷ്ട്രീയത്തിന് ഒരു സംശയവും വേണ്ട. ഈ രാജ്യത്തെ പൗരന്മാരെ മുഴുവൻ ഒന്നായി കാണുന്ന കോൺഗ്രസ് എന്നും മുന്നോട്ട് വെച്ചിട്ടുള്ള ഭരണഘടനയിൽ അധിഷ്ഠിതമായ എല്ലാ തുല്യരായി കാണുന്ന ഒരു ഭരണഘടനയുടെ കീഴിൽ ഒരു മനുഷ്യനെയും മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കപ്പെടും എന്നുള്ളത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വവും വളരെ സുവ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. BJPയുടെ പ്രതിനിധി മുഴുവൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല, പക്ഷെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. ശ്രീ രാജു പി നായർ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അസമിൽ നടത്തിയ പ്രചരണത്തിലുൾപ്പെടെ NRCയും CAA ഉൾപ്പെടെ റദ്ദാക്കും എന്നും രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിലല്ല. ഈ ഘട്ടത്തിൽ പൗരത്വ ഭേദഗതി ആക്ട് രൂപീകരിക്കുന്നതിന്റെ തന്നെ ഉദ്ദേശം എന്താ? അത് ഉദ്ദേശം വർഗീയമായി മാറ്റുക എന്നുള്ളതാണ്. അതിന് എന്തോ ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടോ പ്രമോദ്? ചട്ടങ്ങൾ നിലവിൽ വന്ന് രാഷ്ട്രപതി ആ തീരുമാനം വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ചതിനു ശേഷം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധി അത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയം പ്രമോദ് രാമന് മനസ്സിലാവുന്നില്ലേ?
ഒരു നമ്മൾ വാദത്തിന് വേണ്ടി ഇനി CAA നടപ്പിലാവുന്നു. രാഷ്ട്രപതി ഒപ്പുവെച്ച വിജ്ഞാപനം സർക്കാർ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം ഒരു മന്ത്രി, അത് ആഭ്യന്തരമന്ത്രി രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയണം എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം പ്രമോദ് രാമന് വ്യക്തമല്ലേ? അപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ എനിക്കത് വ്യക്തമല്ല. അത് അമിത്ഷാ പറയുന്നത് കൊണ്ട് ശ്രീ രാജു പിന്നാർ വ്യക്തമാണല്ലോ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്. വ്യക്തമാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പറയാണ്. എനിക്കത് വ്യക്തമാകുന്നില്ല. കാരണം അമിത്ഷാ അത് പറയുന്നത് കൊണ്ട് അതിലൂടെ ഉദ്ദേശിക്കുന്നത് രാഹുലിനെ കൊണ്ട് ഇത് നടപ്പാക്കില്ല എന്ന് പറയിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാരണം, വ്യക്തമായിട്ടുള്ള കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രാജ്യത്തെ കർഷകരുടെയും സാമ്പത്തിക അസമത്വത്തിനെതിരെയും യുവാക്കളുടെയും അഗ്നിവീറുകളുടെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോയി ജനലക്ഷങ്ങളുടെ സ്വീകാര്യത വർദ്ധിച്ചതോടുകൂടി അസമിലുൾപ്പെടെ ആ യാത്ര തടയാൻ നടത്തിയ ശ്രമം നമുക്കറിയാം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയും എന്ന BJPക്ക് ഏറ്റവും വലിയ പ്രഹരമേൽപ്പിക്കുന്ന, പക്ഷേ ശ്രീ രാജു പി നായർ ഈ പറയുന്ന താങ്കൾ പറഞ്ഞ സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയും ശരിയാണ്, അംഗീകരിക്കുന്നു. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം കൂടിയാണ് ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നത്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം. അപ്പോൾ അതുൾപ്പെടെയുള്ള ന്യൂനപക്ഷ സംരക്ഷണം എന്തുകൊണ്ട് സാമ്പത്തിക നീതിക്കും സാമൂഹിക നീതിക്കും അപ്പുറം കോൺഗ്രസിന്റെ അജണ്ടയിൽ വരുന്നില്ല? അല്ല, പ്രമോദ് ചോദിക്കുന്നതിനൊരു ഇതല്ലേ, ഒരു എന്താ പറയുക, ഒരു ഔചിത്യമില്ലായ്മയില്ലേ? ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ അജണ്ടയിൽ വരില്ല എന്ന് ഏറ്റവും വലിയ വായനയുടെയും പരന്ന വായനയും അറിവുമുള്ള അങ്ങ്, ചരിത്രബോധമുള്ള അങ്ങ് എങ്ങനെ പറയാൻ സാധിക്കും? എന്റെ ബോധ്യമല്ല ശ്രീ രാജു പിന്നാർ ഞാൻ പറയുന്നത്. എന്റെ ബോധ്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വോട്ടർമാരുടെ മുമ്പിലാണ് പറയേണ്ടത്. എന്നെ ബോധിപ്പിക്കുകയല്ല വേണ്ടത്, സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ശ്രീ രാജു പി നായർ, എന്നെ ബോധിപ്പിക്കുകയേ വേണ്ട. ഞാൻ പറയുന്നത് വോട്ടർമാർക്ക് മുന്നിൽ ഒരു ചോദ്യമുണ്ട്. ഈ CAA കൃത്യമായിട്ട്, കാരണം നമുക്കത് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഫോം വന്നു കഴിഞ്ഞല്ലോ. ഈ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് എന്താണ് BJP എടുക്കാൻ പോകുന്ന സമീപനം എന്നത് കോൺക്രീറ്റ് ആയ ഒരു നിയമനിർമ്മാണത്തിലൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. ആ നിയമം റദ്ദാക്കും, അതോടൊപ്പം PMLA റദ്ദ് ചെയ്യും എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന CPMന്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ മത്സരിക്കുന്ന നിങ്ങൾക്ക് CAA റദ്ദാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് മടി? അങ്ങനെ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് എന്താണ് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത്? കാരണം പർട്ടിക്കുലർ നിയമമാണ് ഇന്ന് രാജ്യത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധ നിയമമായി നിൽക്കുന്നത്. അത് റദ്ദാക്കുമെന്ന് പറയുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ബാധ്യതയാണ്. പ്രമോദ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ പ്രമോദിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ മീഡിയ വണിന്റെ പ്രേക്ഷകരോടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രമോദിനോട്. ഇന്ന് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ഈ ചർച്ച ചെയ്തല്ലോ. ഏതെങ്കിലും മുസ്ലിം സംഘടന ഇത് സംബന്ധിച്ച് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടോ? കാരണം കോൺഗ്രസ് എന്താണെന്നുള്ളത് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ അവർ ഇന്നും ഈ രാജ്യത്തെ പൗരന്മാരാണെന്നുള്ള അസ്തിത്വത്തോടെ നിൽക്കുന്നത് കോൺഗ്രസിന്റെ മതേതരമായ കാഴ്ചപ്പാടാണെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ദൗർഭാഗ്യവശാൽ നിങ്ങൾ മാധ്യമങ്ങൾ കുറെ പേർ ഇന്ന് നടത്തിയ ഏറ്റവും വലിയ സാമ്പത്തിക നീതിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് BJP ആഗ്രഹിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ അജണ്ടയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നു. പ്രമോദ്, നമുക്ക് സംസാരിക്കാം. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനായ മനുഷ്യർ, തൊഴിലില്ലായ്മ നിൽക്കുന്ന മനുഷ്യർ, അവർക്ക് ഈ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ 30 ലക്ഷം സർക്കാർ വേക്കൻസി ഇമ്മീഡിയറ്റ് ആയിട്ട് ഫില്ല് ചെയ്യും എന്നുള്ളത് പ്രഖ്യാപനമാണ്. അപ്രന്റീസ്ഷിപ്പ് നിയമം കൊണ്ടുവരുന്നു. പഠിച്ച് പുറത്തു നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കുക എന്നുള്ളത്, നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ്, സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അവർക്ക് 1 ലക്ഷത്തിന് ഒരു വർഷത്തേക്ക് അവർക്ക് അപ്രന്റീസ്ഷിപ്പ് നൽകുന്നു. ഇതാണ് കാണാപ്പണി ചെയ്യുന്ന, ഇരട്ടിപ്പണി ചെയ്യുന്ന, രാഹുൽ ഗാന്ധി ഉപയോഗിച്ച വാക്കിതാണ്, ഡബിൾ ജോബ്, ഇരട്ടിപ്പണി ചെയ്യുന്ന നമ്മുടെ പാവപ്പെട്ട ദരിദ്രരായ സ്ത്രീകൾക്ക് അവർക്ക് നൽകാവുന്ന ഒരു സർക്കാരിന് സാമ്പത്തിക അംഗീകാരമാണ്, നീതിയാണ്.
1 ലക്ഷം രൂപ അല്ല, അവിടെയാണ് ശ്രീ രാജു പി നായർ ഒറ്റ കാര്യം വരുന്നത്. ഈ ഭാരത് ജോഡോ യാത്ര എന്ന നിലയിൽ കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ നടന്നുപോയ ആ മനുഷ്യൻ പറഞ്ഞത് കേവലം സാമ്പത്തിക നീതിയെക്കുറിച്ച് മാത്രമായിരുന്നില്ല. ജനാധിപത്യ ഇന്ത്യ വീണ്ടെടുക്കുക, ഇന്ത്യയുടെ ഭരണഘടന ഈത്തോസ് വീണ്ടെടുക്കുക എന്നതുകൂടിയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ന്യൂനപക്ഷ സംരക്ഷണമാണ്. അവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നതുകൂടിയായിരുന്നു. അത് ഈ പത്രികയിൽ കാണാനില്ല, അത് ഈ പ്രകടന പത്രികയിൽ കാണാനില്ല എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താൻ അല്ല, അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വരും. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വരും. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. കാതലായ ചോദ്യം അതാണ്. ഞാൻ പറയാം, കാതലായ ചോദ്യം അതാണ്. ഈ രാജ്യത്ത് സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും നടപ്പിലാക്കിയാൽ നരേന്ദ്രമോദിക്ക് 100 കടക്കാൻ കഴിയില്ല. സാമ്പത്തിക നീതിയുടെയും സാമൂഹിക നീതിയുടെയും പശ്ചാത്തലത്തിൽ ജനങ്ങൾ തീരുമാനമെടുത്താൽ നരേന്ദ്രമോദിക്ക് 100 സീറ്റിനപ്പുറം ഇവിടെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ CAA വിഷയം അല്ലെങ്കിൽ CAA റദ്ദാക്കുമെന്ന് പ്രഖ്യാപിക്കാതിരിക്കുന്നത്, അതിൽ നിന്ന് എന്താണ് CPM മനസ്സിലാക്കുന്നത്? അവർ CAA അനുകൂലിക്കുന്നവരാണ് എന്നാണോ, അതോ CAA റദ്ദാക്കുമെന്ന് പറഞ്ഞാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഭയക്കുന്നവരാണോ? ശ്രീ പ്രമോദ് രാമൻ, നമ്മളിങ്ങനെ ഒരു ചർച്ചയിൽ കുറേ ദിവസം കൂടിയാണ് താങ്കൾ കൂടിയുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ 1 മിനിറ്റ് നേരം ദയവായി CPIM-ൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ചില ഹൈലൈറ്റ്സ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ എന്നെ അനുവദിക്കണമെന്ന അഭ്യർത്ഥന. ഒന്നാമത്തെ കാര്യം, പൗരത്വ നിയമ ഭേദഗതി CAA, UAPA, PMLA ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രിൻറ്റുവിൻ്റെ പാർട്ടി അവരുടെ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ വെച്ച് വേട്ടയാടുന്നത്. ഒന്നുകിൽ BJP-യിൽ ചേരുക അല്ലെങ്കിൽ ജയിലിലേക്ക് പോവുക എന്നാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം ഭയപ്പെടുത്തുന്നത്. അതിനെ തുടർന്നാണല്ലോ 15 മുൻ മുഖ്യമന്ത്രിമാരടക്കം, കോൺഗ്രസിൻ്റെ മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കം, അങ്ങനെ നിരവധി നേതാക്കൾ BJP-യിലേക്ക് ചേക്കേറുന്നത്. ഇല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയം മതയേക്കേണ്ടതായിട്ട് വരും. ഈ ജനദ്രോഹ നിയമങ്ങൾ റദ്ദാക്കും. ആ റദ്ദാക്കുന്നതിന് വേണ്ടി CPIM-ൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്ന പ്രകടന പത്രികയിൽ പറയുന്നു. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് വീണ്ടെടുക്കാനുള്ള നടപടികൾ നടത്തും. ജാതി സെൻസസ് നടപ്പാക്കും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അമിതാധികാരം പിൻവലിക്കും. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 സംബന്ധിച്ച് ഇപ്പോൾ പ്രമോദ് ഇവിടെ സൂചിപ്പിച്ചപ്പോഴും ഇവിടെ ശ്രീ രാജു പറഞ്ഞപ്പോൾ ഈ CAA-യുടെ കാര്യത്തിലേക്ക് മാത്രമായി നമ്മൾ ചുരുങ്ങി നിൽക്കുകയും അതിൻ്റെ സാമ്പത്തിക നീതി, സാമൂഹ്യ നീതി, അത്തരം വിഷയത്തെ സംബന്ധിച്ചെല്ലാം ബൃഹത്തായ വിപുലമായ ചർച്ചകൾ അനിവാര്യമാണ്. പക്ഷേ ഒരു കാര്യം, ഈ 370 ആർട്ടിക്കിൾ 370 ആ ആർട്ടിക്കിൾ 370-നെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസ് നിശബ്ദത പാലിക്കുകയാണ്. വിദ്വേഷ പ്രചരണം തടയുന്നതിന്, ചെറുക്കുന്നതിന്, നിയമം അത് സൃഷ്ടിക്കുന്നതിന് CPIM-ൻ്റെ ഇടപെടലുണ്ടാവും. ഗവർണറെ മുഖ്യമന്ത്രിക്ക് കൂടി നിർദ്ദേശിക്കാൻ കഴിയുന്ന നിലയിലുള്ള സംവിധാനം കൊണ്ടുവരും. സ്വകാര്യ മേഖലയിലും സംവരണം സാമൂഹ്യ നീതിയുമായും സാമ്പത്തിക നീതിയുമായും ബന്ധപ്പെട്ടതാണ്. CPM അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തും. തൊഴിൽ എന്നത് പണിയെടുക്കാനുള്ള അവകാശം, അത് ഭരണഘടനാപരമായ മൗലിക അവകാശമായി അത് കൊണ്ടുവരാനുള്ള ഇടപെടലുണ്ടാവും. തൊഴിലുറപ്പ് പദ്ധതിക്ക് ബഡ്ജറ്റ് വിഹിതം ഇരട്ടിയാക്കും. നഗരമേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് നിയമം കൊണ്ടുവരും. കുറഞ്ഞ വേതനം എന്നത് 26,000 രൂപ പ്രതിമാസം എന്ന നിലയിലേക്ക് എത്തിക്കും. ഭരണ സംവിധാനത്തിൽ നിന്ന് മതത്തെ ഒഴിച്ചു നിർത്തും. ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ മൊത്തം നികുതി വരുമാനത്തിന്റെ 50% ഇന്നത്തെ അല്ല, ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. അത് ഇതെല്ലാം നമ്മൾ ഞാൻ നേരെ വന്നു ഭരണത്തിൽ നിന്നും അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് മതത്തെ ഒഴിവാക്കി നിർത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നറിയാം? ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ CAA-യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മൗനം പാലിക്കുന്നു എന്നുള്ളത്, ആ മൗനം കോൺഗ്രസ് അങ്ങനെ ആ മൗനം പുലർത്തുന്നു എന്നുള്ളത് അക്ഷന്തവ്യമായ അപരാധമായി കാണുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ CPIM-ൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എൻ്റെ പൗരത്വത്തെ, എൻ്റെ രാജ്യസ്നേഹത്തെ, ഈ നാടിനോടുള്ള എൻ്റെ കൂറിനെ അത് ആരും ചോദ്യം ചെയ്യേണ്ടതായിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നെ പാകിസ്ഥാൻ ചാരൻ എന്ന് പോലും വിളിച്ചത് കോൺഗ്രസിൻ്റെ ചങ്ങാതിമാരായിരുന്നു എന്നത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻ്റെ വിനീതമായൊരു ചോദ്യം, നമ്മുടെ പ്രേക്ഷകരെ അടക്കം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 2-ലെ അനുച്ഛേദം 5 മുതൽ 11 വരെ പ്രതിപാദിക്കുന്നത് ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിച്ചാണ്. ആ പൗരത്വത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ 2-ാം ഭാഗത്തിലെ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിൽ ഒരിടത്ത് പോലും മതത്തെ സംബന്ധിച്ച്, ജാതിയെ സംബന്ധിച്ച്, ലിംഗത്തെ സംബന്ധിച്ച്, ഭാഷയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യവും അവിടെ പരാമർശ വിഷയമല്ല. ഇനി ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചങ്ങാതി
പ്രിന്റു പറയുന്നത് പോലെ അത്തരത്തിൽ ഈ പെർസിക്യൂഷൻ നേരിടേണ്ടി വരുന്നവരെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബഹായികൾ പെർസിക്യൂഷൻ നേരിടുന്നില്ലേ? അഹമ്മദിയർ അവർ പെർസിക്യൂഷൻ നേരിടുന്നില്ലേ? ഇനി നമ്മുടെ തൊട്ട് തെക്കുള്ള ശ്രീലങ്ക, ഈ സിലോൺ എന്ന് മുമ്പ് വിളിച്ചിരുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആളുകളിൽ പലരും അവരുടേതെല്ലാം വംശീയമായിട്ടുള്ള ശ്രീ സമ്പത്ത്, ഞാൻ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇതെല്ലാം നമ്മൾ CAA-യുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. CAA ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊരു നിലപാടുള്ള രണ്ട് പാർട്ടികളുമാണ്. ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും അങ്ങനെ തന്നെയാണ്. ഈ CAA സംബന്ധിച്ച് CAA നടപ്പാക്കും, ഇനിയിപ്പോൾ അധികാരത്തിൽ വരികയാണെങ്കിൽ CAA നടപ്പാക്കും എന്നൊരു നിലപാട് എന്തായാലും കോൺഗ്രസ് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ CAA അനുകൂലിക്കുന്നവരാണെന്നോ അവർ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നോ ആരോപിക്കാൻ CPM-ന് കഴിയില്ലല്ലോ. ഞങ്ങളിവിടെ പറയുന്നത് ഈ കാര്യത്തിൽ രണ്ട് വഞ്ചിയിൽ കാലൂന്നി പോകാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു നിലപാട് പ്രഖ്യാപിക്കണം. അല്ല, ആ ഒരു നിലപാടിനെ സംബന്ധിച്ച് ശരി ശ്രീ സമ്പത്ത്, എനിക്ക് ഒരു നിമിഷം തരിക. അതായത് രണ്ട് വഞ്ചിയിലും കാല് വയ്ക്കാൻ കഴിയില്ല. ഇപ്പൊ രണ്ട് വഞ്ചിയിലും കാല് വെച്ചോ എന്ന സംശയം നമുക്കുണ്ട്. പക്ഷെ നമുക്ക് കോൺഗ്രസിന്റെ തന്നെ സമുന്നതനായ ഒരു നേതാവിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഓരോരുത്തർ ബില്ല്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സുപ്രീം കോടതി തന്നെ ഈ ബില്ല് അസാധുവാക്കുമെന്ന്. പക്ഷെ മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ ബില്ല് ചവറ്റുകൊട്ടയിലെറിയും, പൗരത്വ ബില്ല് റദ്ദ് ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട് അവിടെ ഇത് പറയാൻ. അപ്പോൾ രണ്ട് വഞ്ചിയിലും അല്ല കാല്, ഒറ്റ വഞ്ചിയിൽ തന്നെയാണ് എന്ന് സമ്മതിച്ചു തരുമോ ശ്രീ സമ്പത്ത്? ഇല്ല, ഞാനത് സമ്മതിച്ചു തരില്ല. കാരണം അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലും അദ്ദേഹത്തിന് ഈ കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ കോൺഗ്രസ് ഈ കാര്യത്തിൽ അപ്പോൾ ശരി, ഞാൻ വീട്ടുകാര്യം വിട്ടു, നാട്ടുകാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇത് രേഖപ്പെടുത്തിയില്ല എന്ന് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടത് അതിൻ്റെ പാരന്റ് ആക്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ കൃത്യമായി അതിൻ്റെ ആ മൂലവേരുകൾ ഉണ്ടല്ലോ, അത് ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ടതാണ്, അനുച്ഛേദം 370മായി. ആ അനുച്ഛേദം 370 പറ്റി നിശബ്ദത പാലിക്കുകയാണ്. ഈ മൗനത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ചിലപ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ ഈ നിശബ്ദതയ്ക്ക് വല്ലാത്ത ഈ ശബ്ദത്തിനേക്കാൾ കരുത്തുണ്ട് എന്ന്. അതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ തുറന്നു പറയണം. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉത്തരേന്ത്യയിൽ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു റോഡ് ഷോ നടത്തുന്നു, തങ്ങളുടെ കൊടിയില്ല, തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ഏറ്റവും വലിയ സഖ്യകക്ഷിയുടെ കൊടിയില്ല, ആ പതാകകൾ വെച്ചു. പതാകകൾ പോലും ഇല്ലാതെ ഒരു പാർട്ടി ആ വിധത്തിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ ബഹുകക്ഷി മൾട്ടി പാർട്ടി ഡെമോക്രസിയിലെ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ അവരുടെ ഏറ്റവും വലിയ നേതാവിൻ്റെ റോഡ് ഷോയിൽ സ്വന്തം പാർട്ടിയുടെയും സഖ്യകക്ഷിയുടെയും അടക്കം. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, നിങ്ങളാണോ തീരുമാനിക്കേണ്ടതെന്ന്. പക്ഷേ നമ്മളെല്ലാവരും നോക്കുമ്പോൾ എന്താണ്, ഒരു പാർട്ടിയുടെ സ്വത്വം, അതിൻ്റെ ഐഡന്റിറ്റി എന്നുള്ളത്, അത്തരം കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് ചിഹ്നം മാത്രമല്ല. ഉൾപ്പെടെയുള്ള നിലയ്ക്കാണ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എല്ലാം ചേർത്തിട്ടാണ് CPM അതിനെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർട്ടിക്കിൾ 370 കൂടി ഉൾപ്പെട്ടതുകൊണ്ട് ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗത്തിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത വിധമുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നത്. ഞാൻ ശ്രീ രാജു പി നായരിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ശ്രീ പ്രിന്റു മഹാദേവ്, നേരത്തെ AK ആന്റണി പറഞ്ഞത് കേട്ടല്ലോ, താങ്കൾ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിരുദ്ധമാണത്. അതായത് കോൺഗ്രസ് അതിൻ്റെ നയത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. CAA ഒരുപക്ഷെ അധികാരത്തിൽ വന്നാൽ അത് സുപ്രീം കോടതി അംഗീകരിച്ചാൽ തന്നെയും അത് ചവറ്റുകൂട്ടയിൽ എറിയുമെന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഇപ്പോഴും തുടരുന്ന AK ആന്റണി പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് ഇപ്പോൾ ദേശവിരുദ്ധമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെയുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കാൻ വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം രാമക്ഷേത്ര വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നില്ല. ആ സമയത്ത് പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ പ്രത്യേക അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക വിഭാഗമുണ്ടല്ലോ. ഇപ്പം അങ്ങ് തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമാണ്, CAA മുസ്ലിം വിരുദ്ധമാണ്, അങ്ങ് അത് ആവർത്തിച്ച് പറയുകയാണ്.
അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു ആശങ്കയും അതിൻ്റെ ഒരു പോളറേഷനുമുണ്ട്. ആ പോളറേഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ അയോധ്യ വിഷയമായിക്കോട്ടെ, ഇപ്പൊ രണ്ടാമത്തെ വിഷയത്തിൽ കൃത്യമായിട്ട് അവർ നിലപാടിലേക്ക് നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ചത് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു CAA കാര്യം തള്ളി ചെയ്താൽ പറയും. മതി. നിങ്ങൾ ഉദ്ദേശം അത് ശ്രീ തന്നെയാണ്. മഹാദേവ് എനിക്ക് പറഞ്ഞു തന്നാൽ മതി അത് കൃത്യമായിട്ട് മുസ്ലിം അനുകൂലമാകുന്നത് എങ്ങനെയാണ് എന്ന്. അല്ല സാർ, അതെങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക? ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിം മുസ്ലിമാനെ വിരുദ്ധമല്ല? പോലും അത് പറയൂ. ബാധിക്കാത്ത ഒരു കാര്യം, ഇന്ത്യയിൽ ഒരു മുസൽമാനെ പോലും അല്ല സാർ, ഇന്ത്യയിൽ ഏത് മുസൽമാനെയാണ് അത് ബാധിക്കുക? അങ്ങനെയല്ല സാർ, ഇന്ത്യയിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു മുസൽമാനെ പോലും ബാധിക്കാത്ത ഒരു CAA ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞ അഹമ്മദിയ അല്ലെങ്കിൽ ബാക്കിയുള്ള അവാന്തര മുസ്ലിം വിഭാഗമുണ്ടല്ലോ, അവിടെ ഒരു മതനിയമത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ആയത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഇസ്ലാമിക നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക രാജ്യമാണ്. ഇസ്ലാമിക രാജ്യത്ത് അവിടെ ഒരു വിവേചനം ഉണ്ടാവുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നേരത്തെ സമ്പത്ത് സാർ പറഞ്ഞല്ലോ അവിടെ അഹമ്മദി വിഭാഗമുണ്ട്, ബാക്കിയുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത്. ഇവിടെ കൃത്യമായിട്ട് മതരാഷ്ട്രത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അജണ്ട. പിന്നെ നമുക്കൊരു പോളിസി ഉണ്ട്. കാരണം എന്താണ്? ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നില്ലേ? പിന്നെ മ്യാൻമറിൽ നിന്ന് മ്യാൻമറിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം. റോഹിംഗ്ടൺ മുസ്ലിംസിന്റെ കാര്യത്തിൽ എന്താണ് BJPയുടെ നിലപാട്? അവർ അഭയാർത്ഥികളല്ലേ? അവര് തിരിച്ചയക്കണമെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തില്ലേ? അവരെ തിരിച്ചയക്കണമെന്ന് സത്യവാങ്മൂലം കൊടുത്തില്ലേ? അല്ല സാർ, മ്യാൻമാർ ഒരു മിലിറ്ററി രാജ്യമാണ്. ഈ റോഹിംഗ്യ മുസ്ലിങ്ങിനെ മ്യാൻമാർ പോലും സാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. മ്യാൻമാർ ചരിത്രത്തിലേക്ക് പോകാനല്ല ഞാൻ, ചരിത്രം പരിശോധിക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ആരാണ് റോഹിംഗ്ടൺ മുസ്ലിംസ്? ഒരുപാട് ചരിത്രമുണ്ട്. ശരി, ഹിന്ദു വിഭാഗങ്ങളെയോ തമിഴ്നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വംശീയമായി ആക്രമിക്കപ്പെടുന്ന തമിഴർ വന്ന തമിഴർക്ക് എന്തുകൊണ്ട് പൗരത്വം കൊടുക്കുന്നില്ല? ശ്രീലങ്ക ഒരു മതരാജ്യമല്ലല്ലോ സാർ. ശ്രീലങ്ക ഒരു മതരാജ്യമല്ല. പ്രത്യേക ഉദ്ദേശമുള്ളതുകൊണ്ടാണ് പ്രിന്റു മഹാദേവ്. നമുക്ക് അതിനകത്തേക്കല്ല ചർച്ച പോകേണ്ടത്. അല്ല അത് സാർ നമ്മുടെ സാർ LTT അല്ല സാർ, ഞാൻ പറഞ്ഞു പ്രമോദ് സാർ, അങ്ങ് ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനല്ലേ. LTTയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജീവ് ഗാന്ധി ആയിക്കോട്ടെ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ നമ്മുടെ നിലപാട് എന്തായിരുന്നു? അത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണ്. അത് ഒത്തുതീർപ്പാക്കേണ്ടത് ആ രാജ്യമാണ്. അവരുടെ ആഭ്യന്തര വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്ക് താൽക്കാലികമായിട്ടുള്ള അഭയാർത്ഥികളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അവരുടെ ആഭ്യന്തര വിഷയത്തെ കുറിച്ചല്ല. ഇന്ത്യയിൽ അഭയാർത്ഥികളായിട്ടുള്ളവരിൽ നിങ്ങൾ രണ്ട് വിഭാഗമായി തിരിക്കുകയാണ്. ഒന്ന്, പൗരത്വത്തിന് അവകാശമുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള വിഭാഗങ്ങൾ എന്ന് കൃത്യമായി വരുന്നുണ്ട്. ബാക്കി എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ മാത്രം. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം അവർ പൗരത്വത്തിന് അർഹരായ ആളുകളാണ്. അവരൊഴികെയുള്ള ആളുകളെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഇതിനെ അപ്ലൈ ചെയ്ത് കിട്ടാതിരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അത് കിട്ടാതിരിക്കുന്ന ആളുകളെ മുഴുവൻ പൗരത്വത്തിന് അർഹതയില്ലാത്തവരായി ഗണിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ മറുവശം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ എത്തിയിട്ടുള്ള ഇന്ത്യയിലെത്തിയിട്ടുള്ള അഹമ്മദീയരാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളാവട്ടെ അവരൊന്നും പൗരത്വത്തിന് അർഹതയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അത് അവർക്ക് വിരുദ്ധമായി മാറുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജീവ് പി നായർ, എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. AK ആന്റണി വളരെ തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, AK ആന്റണിക്ക് അങ്ങനെ അത് പച്ചയായി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ നയമല്ലേ? അതോ അദ്ദേഹം പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നാണോ? അതേ വാചകങ്ങൾ നമ്മൾ ഏത് പ്രസംഗവേദിയിലും ഉത്തരേന്ത്യയിലാവട്ടെ കേരളത്തിലാവട്ടെ പ്രകടന പത്രികയിലാവട്ടെ മറ്റെവിടെയുമാകട്ടെ പറയുന്നതിന് എന്താണ് തടസ്സം? പ്രമോദ്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആർക്കും സംശയമുള്ള ഒന്നല്ല. കോൺഗ്രസിന്റെ CAA സംബന്ധിച്ച നിലപാട് എന്താണെന്നുള്ളത് കോൺഗ്രസിന്റെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സംശയമുള്ളതല്ല. അതുകൊണ്ടാണ് ന്യൂനപക്ഷ സംഘടനയും ഇതിന്റെ പേരിൽ കോൺഗ്രസിനെ ചോദ്യം ചെയ്യാത്തത്. ഞാൻ പറയട്ടെ ഇവിടെ ഇപ്പൊ ഞാൻ BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഈ നേരത്തെ ഇവിടെ ചോദിച്ചു ശ്രീലങ്കയുടെ കാര്യമൊക്കെ ചോദിച്ചു. ഇതൊരു LCM എന്താ പറയുക, ഈ ലാസാഗു എന്ന് പറയുന്നതാണ്. ഏറ്റവും ലാസാഗു എല്ലാം കാണിച്ചിട്ട് ഒരു ഫാക്ടറിലേക്ക് വരും. അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ ഈ രാജ്യത്ത് നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് CAAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതിന് ഒഴിവാക്കപ്പെടേണ്ട രാജ്യങ്ങൾ ഒഴിവാകും. ഒഴിവാക്കപ്പെടേണ്ടതല്ലാത്ത അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് അതിർത്തി പങ്കിടാത്തത് ഉൾപ്പെടെ ഇതിനകത്ത് വരും. അപ്പോൾ അത് എല്ലാം ലക്ഷ്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഇത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്ന് അങ്ങ് സമർത്ഥിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ റിലീജിയസ് ആൻഡ് മൈനോറിറ്റീസ് വിഭാഗത്തിൽ ഒന്നാമത്തെ കാര്യം എന്താ?
We will respect and uphold the fundamental right to practice one faith and rights guaranteed by the religious minorities under Article 15, 16, 25, 26, 28, 29, 30 of the Constitution. Article 15. And the Article 15, the state shall not discriminate any citizen on grounds only of religion, race, caste, sex, place of birth and any of them. ഇതല്ലേ പൗരത്വ ഭേദഗതി നിയമം? ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഇന്ന് പ്രഖ്യാപിച്ച മാനിഫെസ്റ്റോയിലെ റിലീജിയസ് മൈനോറിറ്റീസിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ശ്രീ രാജു പി നായർ, താങ്കൾ ആ പറഞ്ഞ സാധനം സത്യം അല്ല അത് സത്യം. ഞാൻ പറയുന്നത് ഇതാണ്, അതില്ല എന്ന് വരുത്തി അല്ല അതില്ല എന്നുള്ളത് സത്യമാണ്. അത് CAA-ക്ക് പകരമാകുന്നില്ല ശ്രീ രാജു പി നായർ. അത് CAA-ക്ക് പകരമല്ല, അത് CAA-ക്ക് പകരമല്ല. അങ്ങനെ പറഞ്ഞ ഒഴിയല്ലേ, അങ്ങനെ പറഞ്ഞ ഒഴിയല്ലേ? ഞാൻ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ലംഘനമല്ലെങ്കിൽ അല്ലല്ല. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ CAA റദ്ദാക്കുമെന്നാണ് എന്ന് ഊഹിച്ചു മനസ്സിലാക്കുന്നതല്ല അതിന്റെ പ്രശ്നം. ഞാൻ പറയട്ടെ, നിയമങ്ങളെല്ലാം റദ്ദാക്കും എന്നൊരു വിഭാഗമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 15 എന്താണ്? ശരി, അല്ല ഞാൻ പറയട്ടെ, അതെല്ലാം ഞാൻ സമ്മതിച്ചു, അതെല്ലാം ഞാൻ സമ്മതിച്ചു ശ്രീ രാജു പി നായർ. CAA റദ്ദാക്കും എന്നുള്ളത് അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ പറയുന്നത്. നോക്കൂ, ഞാൻ ഒരു അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, താങ്കൾ ആ പ്രകടന പത്രിക മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ഭാഗം ഞാൻ ഉദ്ധരിക്കാം. അതായത് അതിങ്ങനെയാണ്: റിവേഴ്സിംഗ് ദി ഡാമേജ്. In the last 10 years, tremendous damage was done by the BJP NDA by misusing the brute majority enjoyed by the parliament in parliament to make laws that violated the letter and spirit of the Constitution of India, as well as the fundamental principles of lawmaking, namely necessity, consultation, reasonableness and proportionality. Okay, അപ്പോൾ ഈ പറയുന്ന 10 വർഷത്തിനിടയിൽ കൊണ്ടുവന്ന ജനവിരുദ്ധമായ എല്ലാ നിയമങ്ങളും റദ്ദാക്കുമെന്നാണ് പറയുന്നത്. താങ്കൾക്ക് വേണമെങ്കിൽ വാദിക്കാം CAA അതിൽ വരും എന്ന്, ഉറപ്പായും ഞാൻ സമ്മതിക്കും. പക്ഷെ അടുത്ത വാചകം നോക്കൂ. പ്രമോദ് രാമൻ പറയൂ റിലീജിയസ് മൈനോറിറ്റീസിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സെക്ഷനിൽ ആദ്യത്തെ ഘട്ടത്തിൽ ആർട്ടിക്കിൾ 15 ഉൾപ്പെടെ അപ്ഹോൾഡ് ചെയ്യാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുന്നതും അങ്ങ് ഇപ്പോൾ പറഞ്ഞ റിവേഴ്സിംഗ് ദ ഡാമേജസിൽ വായിച്ച പോയിന്റും കൂട്ടിവെച്ച് വായിച്ചാൽ പ്രമോദ് രാമൻ എന്ത് നിയമത്തിലേക്ക് അപ്പോഴും നോക്കൂ, ഞാൻ അംഗീകരിക്കുന്നു, ആ പോയിന്റ് അംഗീകരിക്കാം ശ്രീ രാജു പി നായർ. എങ്ങനെയാണെങ്കിൽ അങ്ങ് കേൾക്കൂ. അടുത്ത വരി വി പ്രോമിസ് ദാറ്റ് ഓൾ ആന്റി പീപ്പിൾ ലോസ് പാസ്ഡ് ബൈ ദ പറഞ്ഞല്ലോ, ഓൾ ആന്റി പീപ്പിൾ ലോസ് passed by BJP NDA without proper parliamentary scrutiny and debate, especially those relating to workers, farmers, criminal justice, environment and forests, and digital data protection will be thoroughly reviewed and changed. Okay, especially എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വർക്കേഴ്സ് ഉണ്ട്, ഫാമേഴ്സ് ഉണ്ട്, ക്രിമിനൽ ജസ്റ്റിസ് ഉണ്ട്, എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഉണ്ട്, ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ മൈനോറിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ റെഫ്യൂജീസ് ഇല്ല. എസ്പെഷ്യലി നോക്കൂ ശ്രീ രാജു പി നായർ, അവിടെ ഒരു പ്രസക്തിയുണ്ട്. അവിടെ താങ്കൾ അത് സ്കിപ്പ് ചെയ്യാൻ നോക്കല്ലേ. ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ്, താങ്കൾ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 15 സംരക്ഷിക്കുന്നതും ജനവിരുദ്ധ നിയമങ്ങൾ റദ്ദാക്കുന്നതും കൂട്ടിച്ചേർത്ത് നമുക്ക് കിട്ടുന്ന ഒരു ചിന്ത, നമുക്ക് കിട്ടുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കും, റിലീജിയസ് മൈനോറിറ്റീസിന്റെ അവകാശത്തിന് വേണ്ടി നിൽക്കും, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ രണ്ടാമത്തേത് CAA എന്ന് പറയുന്നത് കേവലം ഇപ്പോൾ റിലീജിയസ് മൈനോറിറ്റീസിന്റെ ഒരു പ്രശ്നമായിട്ടല്ല, അത് അഭയാർത്ഥി പ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അഭയാർത്ഥികൾക്ക് സിറ്റിസൺഷിപ്പ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആർട്ടിക്കിൾ 15 കൊണ്ട് മാത്രം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതല്ല ശ്രീ രാജു പി നായർ. പ്രമോദ് രാമൻ, ഈ സെഗ്മെന്റിൽ ഞാൻ പറഞ്ഞ റിലീജിയസ് മൈനോറിറ്റിയുടെ പ്രൊട്ടക്ഷനെ സംബന്ധിച്ച് പറഞ്ഞ ഒന്നാമത്തെ പാരഗ്രാഫും അങ്ങ് വായിച്ച മറ്റ് ഇതിനകത്തുള്ള റിവേഴ്സിംഗ് ദ ഡാമേജിൽ വായിച്ച ഇതും ഒരുമിച്ച് ചേർത്താൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും കോൺഗ്രസിനെ വിമർശിക്കുന്നവർക്കും ഒരു കാരണവും കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമാണെന്നോ അതില്ലാതെ ഞാൻ ഇപ്പോൾ ഒന്ന് ഇടവേള എടുക്കുകയാണ്. ശ്രീ എ. സമ്പത്ത്,
കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ രാജു പി നായരിലേക്ക് വരാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടെടുക്കുന്നത് അവർ വാസ്തവത്തിൽ CAA അനുകൂലമാണ് എന്നൊരു സംഗതിയില്ല കേട്ടോ. അത് താങ്കളും അതങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നത്. CAA നടപ്പാക്കണമെന്നൊരു ഒരു നിലപാടുള്ള പാർട്ടിയല്ല എന്തുകൊണ്ടും CPM കോൺഗ്രസ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് പരസ്യമായി പറയുക എന്നത് ഉത്തരേന്ത്യയിൽ പല നിലയ്ക്കും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. ഇപ്പോൾ കൊടി ഉയർത്തിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നം പറഞ്ഞല്ലോ. സമാനമായ രീതിയിൽ തന്നെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു പ്രചാരണം അതിശക്തമായി വീശിയടിക്കാൻ അത് കാരണമാകും എന്ന് വരികിൽ ഒരു തന്ത്രപരമായ ഒരു നിലപാട് എടുക്കുന്നു കോൺഗ്രസ് എന്ന് കരുതാൻ കഴിയുമോ? അല്ല, പ്രമോദ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഞാൻ ആ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ടല്ല കാണുന്നത്. ഞാൻ കോൺഗ്രസ് ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ, ഫെഡറൽ സത്ത അത് സംരക്ഷിക്കുന്നതിൽ, ശക്തിപ്പെടുത്തുന്നതിൽ, ഫെഡറൽ മൂല്യങ്ങളെ കാത്തുരക്ഷിക്കുന്നതിൽ, ഇപ്പോൾ ശ്രീ രാജു തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു ദൃഢമായ നിലപാട് കൈക്കൊള്ളണം. അങ്ങനെ കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് എൻ്റെ മാത്രം പരാതിയല്ല. മാധ്യമം ദിനപത്രത്തിന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നൽകിയതായ അഭിമുഖം, ആ അഭിമുഖം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അച്ചടിച്ചു വന്നതിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസ് പലപ്പോഴും മൃദു ഹിന്ദുത്വ നിലപാട് കൈക്കൊള്ളുന്നു എന്നത്. ഹിന്ദു എന്നതും ഹിന്ദുത്വ എന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇസ്ലാമും ISISും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വാസ്തവത്തിൽ BJP കൈകാര്യം ചെയ്യുന്നത് ഈ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കുന്നതിന്, വെടിമരുന്നിന് തീപിടിപ്പിക്കുന്നത് പോലെ അത്തരത്തിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അത് ഉത്തരേന്ത്യയിലായാലും രാഷ്ട്രീയം, അത് രാഷ്ട്രീയ പ്രമോദന അറിയാമല്ലോ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, രാഷ്ട്രീയം പ്രസംഗിക്കുക, ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുക, ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക, ഇതൊക്കെ വളരെ പ്രയാസകരമായ ഒരു പ്രവർത്തനമാണ്. അതൊന്നും ഈ വളരെ സുഖകരമായി സുഖശീതളിമയിൽ അത്തരത്തിലെല്ലാം നടത്താൻ കഴിയുന്നതല്ല. വൻകിട കോർപ്പറേറ്റുകൾ അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുത്തുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി ഈ നിയമനിർമ്മാണവും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും രൂപീകരിക്കുന്നത് പോലെയുള്ള ഏർപ്പാടുകളല്ല. പണം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. മനുഷ്യ അധ്വാനം, മനുഷ്യശേഷി, മനുഷ്യൻ്റെ ആയുസ് അതിനായിട്ട് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇവിടെ BJPയെ നമ്മളറിയേണ്ട, ഞാൻ 2 മിനിറ്റ് കൊണ്ട് ചുരുക്കാം. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വാസ്തവത്തിൽ അത് നേരത്തെ അതിനെ നിയന്ത്രിച്ചിരുന്നത് RSS ആണ് എങ്കിൽ ഇന്ന് BJPയും RSSും തമ്മിൽ വാസ്തവത്തിൽ എന്താണ്, എവിടെയാണ് പ്രമോദിന് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയും, എവിടെയാണ് ഒരു അതിർവരമ്പ് എന്നുള്ളത്? ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് ഭാരതീയ ജനതാ വിദ്യാർത്ഥി മോർച്ച എന്നൊരു വിദ്യാർത്ഥി സംഘടനയുണ്ടായിരുന്നു. BJVM എന്ന വിദ്യാർത്ഥി സംഘടനയുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം SFIയോടൊപ്പം ചേർന്നുകൊണ്ട് അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, കേസുകളിൽ പ്രതികളായിട്ടുണ്ട്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് BJVM എന്നൊരു വിദ്യാർത്ഥി സംഘടനയെ എവിടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അതിൻ്റെ അർത്ഥം എന്താണ്? ആ വിദ്യാർത്ഥി സംഘടനയെ ABVP വിഴുങ്ങി എന്നുള്ളതാണ്. BJPയിലെ പ്രവർത്തകരായി വന്ന പല ആളുകളുമുണ്ട്. അവരെല്ലാവരും തന്നെ ഇന്ന് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ അവരെ ഈ ചരട് വലിച്ചുകൊണ്ടിരുന്നതായ RSS ഇവരെ പൂർണ്ണമായി വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, വരുതിയിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനായി കഴിയില്ല. കിനാവള്ളിക്കരങ്ങൾക്ക് അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭരണകൂടത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആ കിനാവള്ളിക്കരങ്ങൾ കടന്നു ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിഷലിപ്തമായ ഒരു കാലത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആ വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നതാണ് ഞങ്ങളുടെ പരാതി. ഞാൻ 1 മിനിറ്റ് കൊണ്ട് ചുരുക്കാം. ഈ CAAക്കെതിരായി ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ വിവിധ സമുദായ സംഘടനകളുടെ അത് ഏതെങ്കിലും 1-2 അല്ല, സാഹിത്യ നായകന്മാരും മറ്റുള്ളവരും, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷക്കാരോട് ആഭിമുഖ്യമില്ലാത്തവരായിട്ടുള്ള വ്യക്തികളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് നാന്ദി കുറിച്ചതാണ്. അതിനുശേഷം നമ്മുടെ നിയമസഭയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രമേയം പാസ്സാക്കിയത്, CAAക്കെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയത്. ഇന്ന് 26 ഹർജികളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഉള്ളത്. 26 ഹർജികൾ ഇതേ വിഷയത്തിൽ സംബന്ധിച്ചുള്ള ഒറിജിനൽ ഹർജികൾ വന്നിട്ടുള്ളത്. അത് കേരളമാണ് ആദ്യമായി ഇത്തരത്തിൽ ഹർജി നൽകിയതായ ഒരു സംസ്ഥാനം. തീരുന്നില്ല, കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മറ്റ് BJP ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ അത്തരത്തിൽ വേദികൾ പങ്കിടാനായി കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഉൾപ്പെടെയുള്ളവരും അത്തരത്തിലുള്ള മതനിരപേക്ഷ നിലപാടെടുക്കുന്നവരുമായി അത്തരത്തിൽ വേദി പങ്കിടാൻ ഞങ്ങൾ തയ്യാറായി. അതിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിൻ്റെ അന്നത്തെ KPCC പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ തിരിച്ചു പോകണം എന്ന്. അതിൽ നിന്ന് അവരെ വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇത് നൽകിയ സന്ദേശം എന്താണ്?
ഇത് നൽകിയ സന്ദേശം എന്താണ്? ഇപ്പോൾ CAA നടപ്പാക്കില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയാണ്, അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമമല്ലേ, നിങ്ങൾ എങ്ങനെ നടപ്പാക്കും എന്നത്. അതിന് നേരെ തിരിച്ചുള്ള വാദമാണല്ലോ ശ്രീ രാജു കൂടെ പറഞ്ഞത്. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ പ്രമോദെ, ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയതായിട്ടുള്ള ലേബർ കോഡുകളുണ്ട്, ഓർമ്മയില്ലേ? പാർലമെൻറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാർഷിക നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അവർ നേരത്തെ കൊണ്ടുവന്നതായ ഓർഡിനൻസുകളാണ്. ആ ഓർഡിനൻസുകൾ ഫാം ബില്ലുകൾ അനിവാര്യമാണ് എന്നാണ് പറഞ്ഞത്. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ ദേശവിരുദ്ധരെന്നും രാജ്യദ്രോഹികളെന്നും ഖാലിസ്ഥാൻവാദികളും എന്നാണ് വിളിച്ചത്. അവരെ വെടിവെച്ച് കൊല്ലുക എന്നാണ് ഒരു യൂണിയൻ ഗവൺമെൻറ്റിലെ മന്ത്രിയടക്കം പ്രഖ്യാപിച്ചത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായി. ഇവിടെ ഈ ലേബർ കോഡുകൾ ഇപ്പോഴും കേരളം നടപ്പാക്കിയിട്ടില്ല. കൂലി അടിമ വ്യവസ്ഥ കൊണ്ടുവരാനാണ് ആ ലേബർ കോഡുകൾ ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമമാണ്. കേരളം അത് നടപ്പാക്കിയിട്ടില്ല. അപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ നടപ്പാക്കാതിരിക്കും എന്നുള്ളതാണ്. എന്തായി ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം അത് അവരാണ് വ്യക്തമാക്കേണ്ടത്. നമ്മൾ എടുക്കേണ്ടുന്ന നിലപാട് സുവ്യക്തമായിരിക്കണം. നമ്മുടെ പാർട്ടി എടുക്കുന്ന ആ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ദൃഢനിശ്ചയത്തോടെയാവണം. ശ്രീ പ്രിന്റു മഹാദേവ്, ഈ ഒരുപക്ഷെ CAA എന്ന് പറയുന്നത് ഒരുപക്ഷെ തൊട്ടാൽ പൊള്ളുന്ന ഒരു സംഗതിയായി കരുതുന്നതുകൊണ്ടാണോ എല്ലാവർക്കും അതിലൊരു ഇങ്ങനെയുള്ള ഒരു സന്ദിഗ്ധാവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് എന്ന്? BJPയെ സംബന്ധിച്ചിടത്തോളം CAA എന്നത് വലിയൊരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും അധികം പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമായിട്ട് കരുതുന്നുണ്ടോ? അതിലൂടെ വോട്ട് പിടിക്കാൻ സാധിക്കുമെന്നൊരു തോന്നൽ, കേരളത്തിൽ പോലും സാധിക്കുമെന്നൊരു തോന്നൽ BJPക്കുണ്ടോ? അല്ല, ഇതിനകത്ത് സത്യത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഭാവി അവർ വാഗ്ദാനമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വയനാടാണ്. ആ വയനാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. കാരണം ഇന്ന് കൃത്യമായിട്ട് അറിയാം, കോൺഗ്രസ് എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രകടനം കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടൊരു ലൈനുണ്ട്. കാരണം അവരുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പിന്നോക്ക വോട്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് BJP പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ മൈനോറിറ്റി വോട്ട് കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണോ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിലാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും കേരളത്തിൽ പയറ്റുന്നു. അത് രാമക്ഷേത്രമായിക്കോട്ടെ, CA ആയിക്കോട്ടെ, അതൊരു സ്ട്രാറ്റജിയാണ്. ആ CPMന്റെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നേരത്തെ അങ്ങ് പ്രമോദ് സാർ പറഞ്ഞതുപോലെ ഒരു ആൻറ്റി ഹിന്ദു പാർട്ടിയാണെന്നുള്ള ഒരു പ്രശ്നം കോൺഗ്രസ് നേരിടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയില്ലേ, ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിൽ ഒരു വലിയൊരു ആശയപരമായിട്ടുള്ള വലിയൊരു പാപ്പരത്വത്തിൽ കോൺഗ്രസ് നിലപാടാണ്. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നതാണ് CAA എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച പ്രതിസന്ധി എന്നുള്ളത്. ശ്രീ രാജു പി നായർ, ഇതൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാലും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഇപ്പോൾ താങ്കളിപ്പോൾ പല നിലയ്ക്കും സ്ഥാപിച്ചു CAAക്ക് അനുകൂലമല്ല കോൺഗ്രസ്, അധികാരത്തിൽ വന്നാൽ അതെന്ത് തന്നെയായാലും അത് റദ്ദാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന്. പക്ഷേ അത് വ്യക്തമായ വാക്കുകളിലല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്നത്. പരോക്ഷമായി അങ്ങനെ വായിച്ചെടുക്കണം എന്നതാണ് താങ്കൾ അടക്കം ആവശ്യപ്പെടുന്നത്. പ്രത്യക്ഷമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും എന്ന ഭയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയാണ് ഇതിനൊക്കെ കാരണമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനത്തെ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ വോട്ടർമാരെ അത്രമാത്രം രാഷ്ട്രീയ ബോധമില്ലാത്തവരെന്നായിട്ടാണോ കണക്കാക്കുന്നത്? കോൺഗ്രസ് എടുത്തിട്ടുള്ള നയം വളരെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശ്രീ സമ്പത്ത് പൗരത്വ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തെ കുറിച്ച് ജയറാം രമേശ് കോൺഗ്രസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അതിനകത്ത് കക്ഷിയാണ്. CWC മെമ്പർ AK ആന്റണിയാണ്. രാഹുൽ ഗാന്ധി ആസാമിൽ നിന്ന് പ്രസംഗിച്ചത് എന്താ? ഇതെല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലേ? ഇതെല്ലാം കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ള പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് രാജു പി നായർ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക, എനിക്ക് ഇടപെടേണ്ടി വരുന്നതാണ്. ഈ അസമിൽ പറയുന്നത് മറ്റൊരു കോണ്ടെക്സ്റ്റ് ആണല്ലോ, താങ്കൾക്ക് അറിയാമല്ലോ. അവിടെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് മുസ്ലിം മൈനോറിറ്റീസിനെ സംബന്ധിച്ച പ്രശ്നമല്ല തന്നെയാണ് പറയുന്നത്. ഓക്കെ ക്യാരി ഓൺ പ്ലീസ്. അല്ല പ്രമോദ്, ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കോൺഗ്രസിൻ്റെയും ഭരണഘടനയുടെയും ആശയങ്ങളെ സ്വാംശീകരിക്കുന്ന രീതിയിലാണ് അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അത് ആ രീതിയിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ വളരെ വ്യക്തമാണ്. പിന്നെ ശ്രീ സമ്പത്ത് ഇവിടെ സൂചിപ്പിക്കുകയാണ്, അദ്ദേഹം കാര്യമായിട്ട് പിണറായി വിജയൻ ലൈനിലേക്ക് പോയില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ആ പച്ച നുണകളൊന്നും പറഞ്ഞില്ല എന്നുള്ളതും കോൺഗ്രസും ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷെ പറയുകയാണ് കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് പറയുന്നതിന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് അത് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് ലോജിക്കലല്ലേ? അങ്ങ് ലേബർ കോഡിനെ വെച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തെ താരതമ്യം ചെയ്യാവോ?
അദ്ദേഹം ഭരണരംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. സിറ്റിസൺഷിപ്പ് സംസ്ഥാനത്തിന്റെ കയ്യിലാണോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ജനങ്ങളോട് ഈ പ്രതിസന്ധിയുടെ ആഴം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം, അത് നേർ രാഷ്ട്രീയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അവിടെ സംസ്ഥാനങ്ങളുടെ പരിധിയിൽ അല്ലാത്തൊരു നിയമത്തെ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്ന പഞ്ച് ഡയലോഗ് അടിക്കുന്നത്, അത് മറ്റൊന്നുമല്ല, അത് രാഷ്ട്രീയ തട്ടിപ്പാണ്. ആ രാഷ്ട്രീയ തട്ടിപ്പിന്റെ മറുവശം അതിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ തലവേദനയല്ലേ ശ്രീ രാജു പി നായർ? അത് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു, നടപ്പാക്കില്ല എന്നതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവരുടെ തലവേദനയാണ്. അത് വെച്ചിട്ട് അവരുടെ ആ നിലപാടിനെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ലല്ലോ. അല്ല, ആ നിലപാട് എങ്ങനെ നിലനിൽക്കും? ആ നിലപാട് സാധാരണക്കാരായ മനുഷ്യരെ, ഇതിന്റെ വിശദാംശങ്ങളും ഭരണപരമായ ഇൻട്രിക്കസീസും അറിയാത്ത മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്നതിനപ്പുറം യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണോ പറയുന്നത്? അങ്ങനെ ആ ഭീതിയിലായിരിക്കുന്ന ജനങ്ങളെ വഴി തിരിച്ചുവിടുന്ന, വഴിതെറ്റിക്കുന്ന പ്രഖ്യാപനങ്ങളാണോ രാഷ്ട്രീയ നേതൃത്വം നടത്തേണ്ടത്? അല്ലല്ലോ. ഒരു ചോദ്യം കൂടി താങ്കളോടുണ്ട്, ഒരു ചോദ്യം കൂടി ഉണ്ട്, വളരെ വ്യക്തമായ ഒരു ചോദ്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതിതാണ്, അതായത് നമ്മൾ പറയും ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ഒരു സ്വഭാവമൊക്കെ നമുക്കിപ്പോൾ നന്നായി അറിയാം. കോൺഗ്രസ് ഇത്തവണ വളരെയധികം ലിബറലായിട്ട് സീറ്റുകൾ ഘടകകക്ഷികൾക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച് തന്നെ അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് UP-യിൽ നിന്ന് കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ കോൺഗ്രസ് BJP നേരിട്ടുള്ള ഫൈറ്റാണെങ്കിലും ഒരു പരിധിയൊക്കെ അതിനുണ്ട്. മുഖ്യമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ളത് സൗത്ത് ഇന്ത്യ തന്നെയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇതിനൊക്കെ വളരെ ശക്തമായി എതിർക്കുന്ന തമിഴ്നാട് ആവട്ടെ, കർണാടക ആവട്ടെ, തെലങ്കാന ആവട്ടെ, കേരളമാവട്ടെ. അപ്പോൾ പിന്നെ അതിന് അനുസൃതമായൊരു നിലപാട് കൂടി ആവേണ്ടേ, സ്ട്രാറ്റജിക്കലി ആലോചിക്കുകയാണെങ്കിൽ പോലും? പ്രമോദ്, അതിനകത്ത് വളരെ വ്യക്തമാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ രാജ്യത്തെ ഒരു മുസ്ലിം മതസംഘടന പോലും കോൺഗ്രസിന്റെ നിലപാടിൽ സംശയമില്ല, പ്രകടിപ്പിച്ചിട്ടില്ല. ഇനി അങ്ങ് സൗത്ത് ഇന്ത്യ മാത്രം പറയരുത്. ഞാൻ ഭാരത് ജോഡോ യാത്രയിൽ മണിപ്പൂർ മുതൽ മുംബൈ വരെ ചെറിയൊരു സമയമൊഴിച്ചാൽ മുഴുവൻ യാത്ര ചെയ്ത ഒരാളാണ്. നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെ ഹിന്ദി ഹൃദയ മേഖലയിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ആ യാത്രയ്ക്ക് ലഭിച്ചത്. ആ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക നീതിക്കും സാമ്പത്തിക നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൈകോർക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ട് ഹിന്ദി ഹൃദയ മേഖലയെ കോൺഗ്രസ് ഉപേക്ഷിച്ചു എന്നുള്ള BJPയുടെ നറേറ്റീവ് ദയവ് ചെയ്ത് അങ്ങ് പറയരുത്. അവിടെ ഗുജറാത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങളുടെ കാറ്റടിഞ്ഞടിക്കുന്നു. ഞാൻ വ്യക്തിപരമായി പറയാം, ഗുജറാത്തിൽ യാത്ര വന്നപ്പോൾ ഞാൻ ഗുജറാത്ത് പോലീസിൻ്റെ SP ഉണ്ടായിരുന്നൊരു വാഹനത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ആ SP എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അതിശയമാണ് ഇത് എവിടെ നിന്നാണ് ഈ ജനങ്ങൾ ഇറങ്ങി വന്നതെന്ന്. അപ്പം മാറ്റം എല്ലായിടത്തും ഉണ്ട്. അവിടെ പക്ഷേ എന്താ ഒരു സംഭവം, മറ്റുള്ള സ്ഥലങ്ങളിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർക്കുക. കാരണം ആത്യന്തികമായ പോരാട്ടം ഈ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടമാണ്. അവിടെ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയാലും അതിൽ വിട്ടുവീഴ്ച ചെയ്തും ഈ സഖ്യം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയി ഈ സംഘപരിവാറിൻ്റെ സർക്കാരിനെ പുറത്താക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അവിടെയുള്ളത്. ആ ലക്ഷ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ ലക്ഷ്യം ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ഭരണഘടനയുടെ എല്ലാ ഈത്തോസിനെയും സംരക്ഷിക്കുന്നതും സാമൂഹികവും സാമ്പത്തികവുമായ നീതി ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ നിർണായകമായ പോരാട്ടമാണ്. അതിൽ BJPയുടെ അജണ്ടയല്ല, പകരം പ്രതിപക്ഷം മഹാദേവ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്കൾ അവസാനമായി പറഞ്ഞ വളരെ കൃത്യമായ ആ വാചകത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ സെക്യുലർ ഇന്ത്യയെ സംരക്ഷിക്കുക എന്നതുകൂടി ഞാൻ വായിച്ചെടുക്കുന്നു. കാരണം സാമ്പത്തികവും സാമൂഹികവുമായ നീതി ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യം കോൺഗ്രസിനുണ്ടെങ്കിൽ തീർച്ചയായും അത് സെക്യുലർ ഇന്ത്യക്ക് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ എന്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നതിന് കൃത്യമായ ഒരു ചിത്രം നൽകുന്നതിൽ കോൺഗ്രസിന് വിജയിക്കാനാവട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. വളരെ നന്ദി എല്ലാവർക്കും.